ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഷാരു ഫ്രം ഡ്രീംലാൻഡ്. സദ്യക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു വിഭവമായ ഇഞ്ചിപ്പുളി അല്ലെങ്കിൽ പുളിയിഞ്ചിയാണ് ഞാനിന്ന് നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് ആദ്യം ആവശ്യത്തിനുള്ള ഇഞ്ചി ചെറിയ കഷ്ണങ്ങളായി കട്ട് ചെയ്തെടുക്കാവേ. ഇതേപോലെയാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇത് ഞാൻ ഒന്ന് ഫ്രൈ ചെയ്തതിന് ശേഷം ഒന്ന് മിക്സിയിൽ ക്രഷ് ചെയ്തെടുക്കും. നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ ക്രഷ് ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ നിങ്ങൾ നല്ല നേരിയ കുറച്ചും കൂടെ ചെറുതാക്കി കട്ട് ചെയ്തെടുക്കണേ. ഇനി നമുക്കത് നന്നായി പൊരിച്ചെടുക്കണം. ഒരു ഗോൾഡൻ കളർ ആവുന്നത് വരെ വഴറ്റി ഈ ഒരു കളറൊക്കെ കിട്ടുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാവേ. ഇനി നമുക്കിത് മിക്സിയിൽ ഒന്ന് ചെറുതായി ക്രഷ് ചെയ്യണം. അധികം പൊടിഞ്ഞു പോകരുത് കേട്ടോ. ഒന്ന് ചെറുതായി കഴിക്കുമ്പോൾ ഒന്ന് കടിക്കാനൊക്കെ കിട്ടണം അതിൻ്റെ പീസുകൾ. ഇനി ഇതിനു വേണ്ടി ഒരു നാരങ്ങ വലുപ്പത്തിൽ വാളംപുളി എടുത്ത് നമുക്ക് ചൂടുവെള്ളം ഒഴിച്ച് കുറച്ച് സമയം ഒന്ന് മാറ്റി വെക്കാവേ. നന്നായി ജ്യൂസ് കിട്ടാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്കൊരു പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ച്, ഞാൻ നേരത്തെ ഇഞ്ചി പൊരിച്ച വെളിച്ചെണ്ണ തന്നെയാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. ഇനി അതിലേക്ക് കടുകിട്ട് പൊട്ടിച്ച് കായ്മുളകും പിന്നെ ചെറിയുള്ളി അരിഞ്ഞതും പച്ചമുളകും ചേർത്ത് നന്നായി വഴറ്റിയെടുക്കണേ. ഈ ഒരു സമയത്ത് നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർക്കാവേ. പിന്നെ കുറച്ച് കറിവേപ്പിലയും ചേർക്കുന്നുണ്ട്. ഇനി നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ച ഇഞ്ചി കൂടെ ചേർത്ത് ഒന്ന് വഴറ്റാവേ. ഇനി ഇതിലേക്ക് നമുക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, കാശ്മീരി ചില്ലിയാണ്, 1/4 ടീസ്പൂൺ കായം എന്നിവയും ചേർത്ത് നന്നായി യോജിപ്പിക്കണം. ഇനി നമുക്കിതിലേക്ക് പിഴിഞ്ഞു വെച്ചിരിക്കുന്ന പുളി കൂടെ ചേർക്കാവേ. അതിനുശേഷം കുറച്ച് ശർക്കര കൂടെ ചെറുതായി ഒന്ന് പൊടിച്ച് ചേർക്കണം. ഇനി എല്ലാം കൂടെ യോജിപ്പിച്ച് ഉപ്പൊക്കെ കറക്റ്റാണോ എന്നൊക്കെ നോക്കി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. നല്ല ടേസ്റ്റിയായ പുളിയിഞ്ചി റെഡിയായ ഇത് നമുക്ക് തയ്യാറാക്കി നല്ല ബോട്ടിലാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ ഒരുപാട് ദിവസം എടുക്കാൻ പറ്റും. എല്ലാവരും തയ്യാറാക്കി നോക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. നല്ലൊരു വീഡിയോയുമായി അടുത്ത ദിവസം കാണുന്നവരെ ബായ്. താങ്ക് യു ഫോർ വാച്ചിങ്.